പത്തനംതിട്ട പയ്യനാമൺ ചെങ്കലത്ത് കോറിയിലെ അപകടം നമ്മളെയൊക്കെ വല്ലാതെ ഞെട്ടിച്ചതാണ്, കണ്ണീരിലാഴ്ത്തിയതാണ്. ഏതായാലും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശം അവഗണിച്ച് മലിനജലം തോട്ടിലേക്ക് ഒഴുക്കി എന്നുള്ള വിവരമാണ് പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ടാങ്ക് കവിഞ്ഞ് മലിനജലം ഒഴുകിയതായും തോട്ടിലേക്ക് മലിനജലം ഒഴുക്കുന്നതായും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതാണ്. തോട്ടിലേക്ക് മലിനജലം ഒഴുക്കിവിടാൻ ക്വാറി കോമ്പൗണ്ടിനകത്ത് പ്രത്യേക സംവിധാനവും നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പത്തനംതിട്ട പയ്യനാമൺ ചെങ്കലേത്ത് ക്വാറിയിൽ നിന്നുള്ള മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായി നാട്ടുകാരുടെ പരാതിയുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ സ്ഥലം കാണാൻ കഴിയും. ക്വാറിയുടെ കോമ്പൗണ്ടിനുള്ളിലെ കോൺക്രീറ്റ് കെട്ടാണിത്. ഇതിനുള്ളിൽ കൂടിയാണ് വെള്ളം ഒഴുകി താഴെ കാണുന്ന തോട്ടിലേക്ക് എത്തുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അതായത് ഈ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത്, ക്വാറിയിൽ നിന്നും ഒഴുക്കിവിടുന്നത് മലിനജലം ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതായി കാണുന്നതാണ് ക്വാറിയിൽ നിന്നുള്ള വെള്ളം. ഇപ്പോൾ ഈ അപകടത്തെ തുടർന്ന് ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നതിനാൽ വെള്ളത്തിന്റെ ഒരു ഒഴുക്കില്ല. ഈ പൈപ്പിൽ കൂടി ക്വാറിയിൽ നിന്നുള്ള മലിനജലം ഒഴുകി തോട്ടിലേക്കാണ് പതിക്കുന്നത്. ഈ തോട് നേരെ ജനവാസ മേഖലകളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് കൃത്യമായും 2024 തന്നെ വന്ന് പരിശോധന നടത്തി അവർ ചില കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. ഒന്ന്, ഇവിടെയുള്ള ടാങ്ക് അത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന നിലയിലാണ്. അത് കൂടുതൽ മലിനജലം ഈ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായും മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ടെത്തിയിരുന്നു. അത് അന്ന് പരിശോധന നടത്തി 2 ആഴ്ചയ്ക്കുള്ളിൽ അത് കൃത്യമായും ഇതിന്റെ പോരായ്മകൾ പരിഹരിക്കണം എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് അന്ന് അറിയിച്ചിരുന്നത്. അന്ന് നോട്ടീസ് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കും ക്വാറി പിന്നീട് പോയില്ല. ഞങ്ങളുടെ തോട്ടിലോട്ട് ഞങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനും ഈവൻ കാല് കഴുകാൻ പോലും ഈ തോട്ടിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ കോറി ഉടമ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോറി ഉടമയുടെ ആൾക്കാർ പറഞ്ഞത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഞങ്ങൾക്ക് തന്ന പെർമിഷൻ അനുസരിച്ചിട്ടാണ് ഈ പൈപ്പ് ഇവിടെ വെച്ചേക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനൊരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഉത്തരം തരണം. കിണറൊക്കെ മലിനമാകുന്ന ഒരവസ്ഥയുണ്ട് താഴെ. ഉണ്ട്. വ്യക്തിപരമായിട്ട് കൊടുത്ത പല കിണറുകളിലെയും ജലം, കോളിഫോം, നൈട്രേറ്റ്, കോറി വേസ്റ്റ് ഇതിന്റെ അംശങ്ങളാണ്. അതായത് വെള്ളം കുടിക്കരുതെന്ന് തീർത്ത് ഗവൺമെന്റ് ലാബിലെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളിനി എങ്ങനെയാ കുടിക്കുന്നത്? ഞങ്ങൾ എവിടുന്നേലും കന്നാസി പോയി വെള്ളം കൊണ്ടെന്നാണ് ഞങ്ങൾ കുടിക്കുന്നത്. ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് കർശന നിർദ്ദേശം നൽകിയിട്ടും ക്വാറിയിൽ നിന്നുള്ള മലിനജലം അത് പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് ഈ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായാണ് പരാതി ഉയർന്നിട്ടുള്ളത്. ഇനി അത്തരത്തിലുള്ള നടപടി ഉണ്ടാകരുതെന്നും പ്രദേശവാസികൾ പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട. എന്തൊരു ഗുരുതരാവസ്ഥയാണല്ലേ. കുടിവെള്ളത്തിന് പോലും അവിടുത്തുകാർ മുട്ടുന്ന നിലയിലേക്ക് ഈ മലിനജലം ഒഴുക്കി വിടുന്നത് എത്തിയിരിക്കുകയാണ്. എന്താണ് ഇതിൽ നടപടി ഉണ്ടാകാത്തത് എന്നത് ചോദ്യം തന്നെയാണ് നമുക്കും